ഹലോ ഗൈസ്, അപ്പോൾ ജെൻ വി സീസൺ 2 എപ്പിസോഡ് 4 ഞാൻ കണ്ടു. അപ്പോൾ കണ്ടിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ തവണ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേറ്റും ജോർദനും കൂടി ഈ സൈഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിഗൂഢത കഴിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോണം, ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ വീട്ടിലും ക്യാമറ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവർ മോഹം പോലും മറക്കാതെ അങ്ങോട്ട് കയറിപ്പോവാണ്. അത് പിന്നെ സൈഫർ കണ്ടുപിടിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും കേറ്റും ജോർദനും കൂടി ആ വീടിനകത്ത് ഒരു ശരീരം കാണുന്നു. ഒരു ചേമ്പറിനകത്ത് ഒരു ബേൺഡായിട്ടുള്ള ശരീരം കിടക്കുന്നവർ കാണുകയാണ്. അപ്പോൾ ഈ ശരീരം കണ്ണു തുറക്കുന്നുണ്ടെങ്കിൽ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. രക്ഷപ്പെട്ട കാര്യമൊന്നുമില്ലായിരുന്നു, അത് ഇറങ്ങി വന്ന് അവരൊന്നും ചെയ്തില്ലായിരുന്നു. എന്തായാലും ആട്ടെ, പേടിച്ചിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഇവർ പോകുന്നു. പിന്നെ സൈഫറിന് മനസ്സിലാവുന്നു. പിന്നെ സൈഫറും കേറ്റും കൂടി കണ്ടുമുട്ടുന്നു. പിന്നെ അവർ തമ്മിൽ സംസാരിക്കുന്നു. കേറ്റ് സൈഫറിനോട് പറയുന്നു, നിങ്ങൾക്ക് സൂപ്പർ പവർ ഇല്ലയെന്ന് എനിക്കറിയാം. അപ്പം സൈഫർ ചോദിക്കും, സൈഫർ ഒരുമാതിരി പേടിച്ച പോലെയൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ സൈഫറിന് മനസ്സിലാവും ഇത് മെറി എന്ന് പറയുന്ന ക്യാരക്ടറാണ് പറഞ്ഞതെന്ന്. നിങ്ങൾ എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മെറി മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് എന്താ പറയുക, മറ്റേ ആ ഒരു കോമ്പൗണ്ട് വി ഇല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഒന്നും ഇല്ല എന്നാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ശരീരം ഇരിപ്പുണ്ടല്ലോ, ആ ശരീരം ഒരു പക്ഷേ തോമസ് ഗൊഡോൾക്കിൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ഇയാൾ ഒരു ലാബിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ടാണ്. ബട്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, അതിനകത്ത് മരണപ്പെട്ട് കാണിക്കുന്നില്ലല്ലോ. ഇയാൾ തീപിടുത്തത്തിലും കണ്ട് രക്ഷപ്പെട്ടിട്ട് ചേമ്പറിനകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ എന്തോ ഒരു സൂപ്പർ പവേഴ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മനുഷ്യരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഈ പടക്കളം സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, പടക്കക്കളം എന്നായിരുന്നു, അങ്ങനെ കണ്ടല്ലായിരുന്നു സിനിമയുടെ പേര്, ഞാൻ മറന്നുപോയി. അപ്പോൾ അതുപോലെ മറ്റു മനുഷ്യരെ ഈ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റും. ആ മനുഷ്യരിൽ നിന്നും വേറെ മനുഷ്യരെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ പവേഴ്സാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് ഇങ്ങനെ പറയുന്നില്ല കേട്ടോ, ഇത് ഞാനിപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ചൂണ്ടിയെടുത്തുകൊണ്ട് വന്ന കാര്യമാണ്, പറയുന്നതേ ഉള്ളൂ. എന്തായാലും കേട്ടോ ഗൈസ്, അപ്പം സംഗതി എന്ന് വെച്ചാൽ സൈഫറിന് പവറില്ല, പക്ഷേ സൈഫറിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്ക് പവറുണ്ട്. അയാൾക്ക് മറ്റുള്ള മനുഷ്യരെ നിയന്ത്രിക്കാൻ പറ്റും. ഏകദേശം കേറ്റിൻ്റെ സിമിലർ ആയിട്ടുള്ള പവേഴ്സാണ് അദ്ദേഹത്തിനും ഉള്ളത്. എന്തായാലും ഗൈസ്, ഇനിയും എന്താണ് നടക്കാൻ പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും പോയി നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് മെറിയെ ഒരു വലിയ സൂപ്പർ പവർഫുള്ളായ ഒരാളാക്കി മാറ്റുമെന്നുള്ളതാണ്. അറിയത്തില്ല എന്താ സംഭവിക്കുക. അവസാനം ഹോംലാൻഡർ ഫിനിഷ് ആക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഗൈസ്, ഇനി പോകുമ്പോൾ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ.